ഇനി സാമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടെത്താം? അതായത് പാദം ഗുണം ഉയരമാണ്. ഇത്രയും മനസ്സിലായില്ലേ? ശരി, അടുത്ത സമചതുരം. 4 വശം തുല്യമായ ചതുർഭുജമേ 90 ഡിഗ്രി കോണുകളുമുണ്ടവന് ലംബ സമപരിക്രമമാണ് എതിർവശമാണ് സമാന്തരം പരപ്പളവ് സ്ക്വയർ ചുറ്റളവ് × 4. ഇവിടെ നമ്മൾ സമചതുരത്തിനെ കുറിച്ചാണ് പറയുന്നത്. സമചതുരത്തിൽ എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങൾ. 4 വശങ്ങളുടെ നീളത്തിന്റെ കർത്താവ് എന്താണ്? തുല്യമാണ്. 4 വശങ്ങളുടെയും 4 കോണുകളുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360. ഓരോ കോണുകളും എത്രയാണ്? 90 ഡിഗ്രിയാണ്. പരപ്പളവ് എങ്ങനെ കണ്ടെത്താം? വശം ഗുണം വശമാണ് അല്ലേ? വശം ഗുണം വശം, അതായത് എ ആണ് വശമെങ്കിൽ a² ആണ് പരപ്പളവ് അല്ലേ? ഇനി ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം? 4 വശങ്ങളുണ്ട്. അപ്പൊ 4 ഗുണം വശം. L ആണ് വശമെങ്കിൽ 4 ഗുണം L. ഓക്കെ, അടുത്തത് ചതുരം. വശങ്ങളുണ്ട്, 4 കോണുകളുമുണ്ട്. 90 ഡിഗ്രി ആണ് കോണവല്ലോ. 2 ചുറ്റളവ് എന്നത് കാണാം. LP ഗുണനമാണ് പരപ്പളവല്ലോ. വശങ്ങളോ സമാന്തരമല്ലേ? സാമാന്തരികം തുല്യാണല്ലോ. ഇവിടെ നമ്മൾ ചതുരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചതുരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ചതുരത്തിന്റെ എതിർവശങ്ങൾ എങ്ങനെയാണ്? കോണളവ് എത്രയാണ്? ചതുരത്തിന്റെ കോണളവ് എത്രയാണ്? ഒരു 90 ഡിഗ്രി. ആകെ കോണളവിന്റെ തുക 360. പരപ്പളവ് എങ്ങനെ കണ്ടെത്താം? അതെ, നീളം ഗുണം വീതി. അടുത്ത ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം? ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം? പറഞ്ഞേ. 2 നീളം പ്ലസ് വീതി, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് ചതുരം. അടുത്തത് സമഭുജ സാമാന്തരികം. സാമാന്തരികമോ സമചതുരമോ ഏത് രൂപമാണ്? ഏത് രൂപമാ? ഒരുത്തി 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 4 വശവും ഒരുപോലെ ഒരുത്തി ഒരുത്തി എതിർകോണുകളും ഒരുപോലെ ഒരുത്തി. 2 വിധമേ ഈ 2 പകുതി തുല്യമായി പരപ്പളവ് എന്ത്? ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സമഭുജ സാമാന്തരികത്തെ കുറിച്ചാണ്. സമഭുജ സാമാന്തരികം നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പരപ്പളവ് കണ്ടുപിടിക്കാം. ഇനി സമഭുജ സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 4 വശങ്ങൾ തുല്യമായിരിക്കും, എതിർ കോണുകൾ തുല്യമായിരിക്കും. പരപ്പളവ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇത്രയും മനസ്സിലായോ? ഇതെല്ലാം സാമാന്തരികത്തിന്റെ ഉദാഹരണങ്ങളാണ്. ചതുരമാണെങ്കിലും സമചതുരമാണെങ്കിലും സമഭുജ സാമാന്തരികമാണെങ്കിലും എല്ലാം സാമാന്തരികമാണെന്ന് പറയാം. കാര്യം എന്താ? എതിർവശങ്ങൾ തുല്യമാവുക, എതിർ കോണുകൾ തുല്യമാവുക, എതിർവശങ്ങൾ സമാന്തരമാകുക.
ഇതെല്ലാം ചതുരവും സമചതുരവും